നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് അടച്ചിട്ട വീട്ടിൽ മോഷണം, 78 പവൻ കവർന്നു. SNDP യോഗം, നാട്ടിക യൂണിയൻ, മൈക്രോ ഫിനാൻസ്, കയ്പമംഗലം പഞ്ചായത്ത് വാർഷികവും കുടുംബസംഗമവും കാളമുറിയിൽ നടന്നു. യേശുക്രിസ്തു കുരിശിൽ പീഡനമേറ്റ് മരിച്ചതിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് അടച്ചിട്ട വീട്ടിൽ നിന്നും 78 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. മാപ്രാണം സെന്ററിന് സമീപം താമസിക്കുന്ന കാരാക്കട രമേശിന്റെ വീട്ടിൽ നിന്നാണ് 18 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിക്കും 6 മണിക്കും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. ദുബായിൽ ജോലി ചെയ്യുന്ന ഗൃഹനാഥനെ കൂട്ടിക്കൊണ്ടുവരാൻ വീട്ടുകാർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോയി 6 മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ വാതിൽ തുറക്കാൻ നോക്കിയപ്പോഴാണ് മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നതായി കണ്ടത്. വീടിന്റെ അകത്ത് കടന്ന മോഷ്ടാവ് താക്കോൽ ഉപയോഗിച്ച് തന്നെയാണ് അളമാരയും തുറന്നിട്ടുള്ളത്. വീടിന്റെ 3 സെറ്റ് താക്കോലുകളിൽ ഒന്ന് തൊട്ടടുത്ത തറവാട്ടിൽ സൂക്ഷിച്ചിരുന്നു. ഈ താക്കോൽ ഉപയോഗിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. അതിനാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടുമെന്നും ഇരിങ്ങാലക്കുട CI TS സിനോജ് പറഞ്ഞു. തൃശൂരിൽ നിന്നും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. യേശുക്രിസ്തു കുരിശിൽ പീഡനമേറ്റ് മരിച്ചതിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ രാവിലെ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. വിശ്വാസികൾ കുരിശു ചുമന്നുകൊണ്ടുള്ള പാപപരിഹാര പ്രദക്ഷിണം വൈകിട്ട് നടന്നു. ചളിങ്ങാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ക്രിസ്തു കല്ലറയിൽ കഴിഞ്ഞ ദിനത്തിന്റെ സ്മരണ പുതുക്കി നാളെ ദുഃഖശനിയും മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കി ഞായറാഴ്ച ഈസ്റ്ററും ആചരിക്കും. ഈസ്റ്റർ ആഘോഷത്തോടെ 50 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ നോമ്പിന് സമാപനമാകും.
ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടിയിലെ കേൾവിക്കുറവുള്ളവർക്ക് ശ്രവണ സഹായി വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. MV വിമൽകുമാർ അധ്യക്ഷനായി. ശ്രീദേവി മാധവൻ, ലിജി നിതിൻ, VR വിജയൻ, KP സുഗദാസ്, PM സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ സംഘടിപ്പിച്ച സംസ്ഥാന വനിതാ പഠന ശിബിരം സമാപിച്ചു. സ്ത്രീ പദവി പഠനം എന്ന വിഷയത്തിൽ N ശാന്തകുമാരി ക്ലാസ് എടുത്തു. സംഘടനകളും സ്ത്രീപക്ഷ സമീപനവും എന്ന വിഷയത്തിൽ നടന്ന ക്ലാസ്സിന് KT രാധാകൃഷ്ണൻ നേതൃത്വം നൽകി. ഇന്ന് എത്തി നിൽക്കുന്ന എന്നാൽ ഇപ്പോഴും അവസാനത്തെ രൂപത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില വിവരങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കൂട്ടിയെടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 16-17 തീയതികളിൽ ഈ കരട് റിപ്പോർട്ട് എഴുതിയതിനു ശേഷം വീണ്ടും നമ്മുടെ തിരുവനന്തപുരത്ത് KBC ഹാളിൽ വെച്ചൊരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അവിടെയും ഈ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധരെല്ലാം പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള സജഷൻസ് കൂടി ചേർത്തുകൊണ്ട് ഇനിയും ഇതിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അവസാനത്തെ റിപ്പോർട്ട് എന്ന നിലയ്ക്ക് ഇത് എടുക്കരുത്. നമുക്ക് താല്പര്യമുള്ള ചില വിഷയങ്ങൾ എന്ന തരത്തിലാണ് ഇതിൻ്റെ അവതരണം ഇവിടെ നടത്തുന്നത്. ഞാൻ നേരിട്ട് അതിലേക്ക് കടക്കുകയാണ്. പ്രവണത കൂടി പറയുകയാണ്. സ്ത്രീ, വിമൻ അറ്റ് വർക്ക്, വിമൻ അറ്റ് ഹോം, വിമൻ അറ്റ് പബ്ലിക് സ്പേസ്. തൊഴിലിടങ്ങളിലെ സ്ത്രീ, വീട്ടകങ്ങളിലെ സ്ത്രീ, അതുപോലെ പൊതു ഇടങ്ങളിലെ സ്ത്രീ. അപ്പം ആ തരത്തിൽ സ്ത്രീയുടെ വ്യത്യസ്തമായ റോളുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. പെരിഞ്ഞനം RMVHS സ്കൂളിലെ NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി 3 പീടിക മത്സ്യ മാർക്കറ്റ് പരിസരം ശുചീകരിച്ചു. മാർക്കറ്റിലെ മാലിന്യങ്ങൾ എടുത്തുമാറ്റുകയും വെള്ളമൊഴിച്ച് വൃത്തിയാക്കുകയും ചെയ്തു. ക്യാമ്പിലെ 48 വിദ്യാർത്ഥികളും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ഷംസുദ്ദീൻ വാദിയടത്ത്, GS അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള.